ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമുക്കൊരു വിശേഷപ്പെട്ട ദിവസമാണല്ലോ. നമ്മുടെ ഇന്ന് ബറാത്ത് നോമ്പാണ്. ബറാത്ത് രാവ് കഴിഞ്ഞു. ബറാത്ത് നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കേട്ടോ. ഇന്നിപ്പോൾ ആദ്യം വിചാരിച്ചു നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. ടാപ്പിംഗ് വർക്കിനാണ് പോയത്. അപ്പോൾ ഇക്കാക്കും നോമ്പ്, എല്ലാവർക്കും നോമ്പാണല്ലോ. അപ്പോൾ വിചാരിച്ചു നെയ്ച്ചോറും ചിക്കനും ആക്കാൻ വിചാരിച്ചു. പിന്നെ ഒക്കെ പറഞ്ഞു വേണ്ട, ബിരിയാണി മതി പറഞ്ഞു. അന്ന് അവിടെ താത്ത വെച്ച് ബിരിയാണി തക്കാക്ക് നന്നായി പറ്റി. അപ്പോൾ അതേപോലെ ഉണ്ടാക്കി പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അതേപോലെ ഉണ്ടാക്കിയിട്ട് ഇന്ന് എന്താ അറിയില്ല, അതുപോലെ അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അവൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് പോലും മാറാതെ അതേപോലെ ഉണ്ടാക്കി അത് കറക്റ്റായി വരുന്നുണ്ട്. ഞാൻ എപ്പോഴും അവൾ ഉണ്ടാക്കാറ് പോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ അത് പെർഫെക്റ്റ് ആവാത്ത പ്രശ്നമായിരുന്നു. ഇന്ന് അടിപൊളിയായിട്ട് വന്നു കേട്ടോ. കംപ്ലീറ്റ് എല്ലാം അരിഞ്ഞ് വെച്ചു. കണ്ടോ, എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് നമ്മളതാ ഡീറ്റെയിൽ പറയണമെന്നൊന്നുമില്ലല്ലോ, ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലെല്ലാവരും പോയി കാണാം കേട്ടോ. പിന്നെ ചില്ലിക്ക് അപ്പോഴേക്കും മുളക് തിരുമ്പി വെച്ചു. നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇല്ല, മുളക് പൊടി, ചില്ലിപ്പൊടി, കോൺഫ്ലവർ മാവ്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കളറ്, ഇത് സുർക്ക കേട്ടോ. ഇത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്കുള്ള തൈരൊക്കെ കൂട്ടി തക്കാളി പേസ്റ്റ് കേട്ടോ, ഒരു 4 തക്കാളി പേസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ റെഡിയാക്കിട്ടോ. അങ്ങനെ നമ്മുടെ റമദാനിനെ വരവേൽക്കാനായില്ലേ. എല്ലാവരും നനച്ചുള്ളി പരിപാടിയൊക്കെ കഴിഞ്ഞു. എൻ്റെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. അതാണ് ഇന്നലെയും മിനിഞ്ഞാന്നും അതാണ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. കാരണം ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. ക്ലീനിങ്ങിൻ്റെ വീഡിയോ എടുക്കുക പറഞ്ഞാൽ ഞാൻ ഓപ്പണായി പറയാമല്ലോ, എനിക്ക് ട്രൈപോഡ് ഇല്ല. അപ്പോൾ ഞാൻ ഈ ഫോണിങ്ങനെ പിടിച്ച് ക്ലീൻ ചെയ്യുന്നത് എടുക്കുമെന്ന് എനിക്ക് പറ്റണില്ല. അത് ഓരോടെ വെക്കുമ്പോഴും അത് വെള്ളവും കാര്യങ്ങളും തുടക്കലും പിടിക്കലൊക്കെ ആകുമ്പോൾ അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ കാണിക്കാതിരുന്നത്. ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു അല്ലേ, കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് നോമ്പിനാകുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കാം. എല്ലാം കൂടി റെഡിയായി കിട്ടണ്ടേ. ഇപ്പോൾ ഒരു ഫോൺ വാങ്ങിയല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് മാറട്ടെ. ഫോണും പുതിയതല്ലേ. അപ്പോൾ ഞാൻ ഈ വെള്ളവും സോപ്പ് പൊടി വെള്ളവും എല്ലാം കൂടി ആയി കഴുകലും തുടക്കലൊക്കെ ആകുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വെച്ച് നോക്കി വീഡിയോ എടുക്കാതെ, പക്ഷേ ഫോണ് കയ്യിൽ നിന്ന് പോകേണ്ടതായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് വേണ്ട വെച്ചു. അതുകൊണ്ടാണ് ഈ 2 ദിവസം വീഡിയോ ഇല്ലായിരുന്നത്. കാരണം കാര്യമായിട്ട് ഫുഡിങ്ങിൻ്റെ കാര്യം അതിലുണ്ടായിരുന്നില്ല. കാരണം ഞാൻ തട്ടിക്കൂട്ടൊക്കെ ആക്കിയിട്ടാണ് കഴിച്ചത്. കാരണം ക്ലീനിങ് പണിയല്ലേ. ഒരു ദിവസം ഇക്കാര്യം പിടിച്ച് കയറ്റി. റൂമിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിലൊക്കെ നല്ല പണിയുണ്ടായിരുന്നു. പണി പറഞ്ഞാൽ ഞങ്ങൾ വീടിന് 2 വർഷമായി. ഒരു മട്ടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് മട്ടിയൊക്കെ അതിലേക്ക് വീണിട്ട് അങ്ങനെ പൊടി മണ്ണ് നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് കടിച്ചെടുത്ത് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി തന്നു. റാക്കിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കി തന്നു. ബാക്കി എന്നോട് പറ്റുന്ന എല്ലാ പണിയും ഞാൻ ചെയ്ത് നനച്ചുള്ളിപ്പണി ഏകദേശം നല്ല ഫുള്ളായി തന്നെ നനച്ചുള്ളിപ്പണി കഴിഞ്ഞു കേട്ടോ. പിന്നെന്താ, നോമ്പിൻ്റെയൊക്കെ എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ടോ? എനിക്ക് ക്ഷീണം പറയാനില്ല, വിശപ്പുമില്ല ദാഹവുമില്ല, പക്ഷെ ഒരു കുഴഞ്ഞ പോലെ ഒരിതുണ്ട്. കുഴച്ചൽ നല്ല ഉണ്ടായിരുന്നു. വെയിൽ നല്ല ഉണ്ടല്ലോ. പിന്നെ പിന്നെ ക്ഷീണം വന്നത് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കുട്ടീനെ വിളിക്കാൻ പോകുമ്പോൾ അംഗനവാടിക്ക് നടന്നു പോയപ്പോൾ തളർന്ന പോലെ അങ്ങോട്ടായി. ഭയങ്കര ദാഹമല്ല, തൊണ്ടയ്ക്ക് ഇങ്ങനെ വരണ്ട് പോണ പോലെയായി. പടച്ചോനെ, റമദാനിപ്പോൾ എന്തായിരിക്കില്ല അവസ്ഥ. പടച്ചോനെ എല്ലാവരും നല്ലപോലെ റമദാന് പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകട്ടെ. പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയട്ടോ. നോമ്പിൻ്റെയൊക്കെ എല്ലാ വിശേഷങ്ങളും എല്ലാവരും പറയൂ, കമൻ്റ് ഇടൂ. അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ളതൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ വെള്ളമൊഴിച്ച് അത് അരിയിടലേ ഉള്ളൂ. പിന്നെ ഞാനിതാ ഒരു നല്ലൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാനൊക്കെ ഷോർട്സിലിടാം കേട്ടോ. അതിനും ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോമ്പിന് മിക്കവാറും ഉണ്ടാക്കാറുള്ളതാണ്. കാരണം ചിക്കനോ ബീഫോ വാങ്ങി പറഞ്ഞാൽ എന്തായാലും ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കും. അതില്ലാത്ത ദിവസമാണ് വല്ല മുട്ട ബജിയോ പഴംപൊരി അങ്ങനെ തട്ടിക്കൂട്ട് ഐറ്റംസിലേക്ക് പോവുക. ഞങ്ങൾക്ക് നോമ്പ് തുറന്ന സമയത്ത് കാരക്കയും ഞങ്ങൾ വെള്ളം കുടിക്കും. പിന്നെ എണ്ണക്കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് നന്നായി കഴിക്കുക. കുക്കാക്ക് പിന്നെ അതും വേണ്ടി വരില്ല, കാരണമൊക്കെ നല്ല വെള്ളം കുടിക്കും. 2-3 നേരം വെള്ളം ഞാൻ കലക്കാറുണ്ട്. ഇന്നിപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചിരുന്നപ്പോൾ അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നാരങ്ങ വേണ്ട പറഞ്ഞിട്ട് നാരങ്ങ അടിച്ചില്ല. അങ്ങനെ അത് നന്നായി കുടിച്ചു. അതൊരു ആ വട്ടം മൊത്തം കലക്കി വെച്ച് മുക്കാലും കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ എണ്ണക്കടി എന്തെങ്കിലും കഴിച്ച് വെള്ളം കുടിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എനിക്ക് തറാവി നിസ്കരിക്കാനൊക്കെ പോയി വന്ന് എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളൂ കേട്ടോ. വർക്കിനൊക്കെ പോയാൽ മിക്കവാറും നേരം വൈകി വരികയാണെങ്കിൽ തറാവിക്ക് പോകാൻ പറ്റില്ല. ലീവാണെങ്കിൽ എന്തായാലും തറാവിക്ക് പോയി കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. അല്ലെങ്കിലും വന്ന് നിസ്കാരം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ചായ എണ്ണക്കടിയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നൊക്കെ എണിച്ചിട്ട് ഞങ്ങൾ എന്നും 9 മണിയൊക്കെ ആവും നോമ്പ് തുറക്കുമ്പോൾ. എന്നും റമദാനിലൊക്കെ എന്നും അങ്ങനെ തന്നെ ഉണ്ടാവാറ്. ഇന്നും ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെയാണ്.
പിന്നെ അതാ നമ്മുടെ ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് കറിവേപ്പില മല്ലിയിലൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും ചിക്കൻ മസാല കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഞാൻ അതിൽ കുറച്ച് കളർ പൊടി ഇട്ടത് കേട്ടോ. നിങ്ങളിലേക്ക് കാണിക്കാണ്ട് കുറച്ച് കളർഫുള്ളായി കാണിച്ചതാണ്. ശരിക്കും കളർ പൊടിയൊന്നും ആവശ്യമില്ല. പിന്നെ ഇറച്ചിയും ഉരുളൻകിഴങ്ങും ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നന്നായി കൈ കൊണ്ട് ഉടച്ചിട്ട് അതതിലേക്ക് പ്രസ് ചെയ്ത് അതതിലേക്ക് കൊട്ടുക. അത് രണ്ടും തമ്മിൽ യോജിപ്പിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അവിടെ അരി കൊട്ടി. അരി കണക്കൊക്കെ അറിയാമല്ലോ, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ. അത് കണക്കാണ്. എൻ്റെ കണക്ക് അതിന് കറക്റ്റ് ആവാറുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ റെഡി ആയി വന്നു. ഇനിയിപ്പോൾ അത് ദമ്മിടലേ ഉള്ളൂ. കാരണം ഞാൻ ഗ്യാസിലാണ് വെക്കേണ്ടത്, നോമ്പല്ലേ, എനിക്ക് ഇനി അടുപ്പൊന്നും കത്തിക്കാൻ വയ്യാണ്ട് ഞാൻ ഗ്യാസിലേ വെച്ചു കേട്ടോ. പിന്നെ അത് അപ്പോഴേക്കും ബ്രെഡ് പൊടിച്ച് വെച്ചു, 2 മുട്ട കലക്കി വെച്ചു. എന്നിട്ട് ബ്രെഡിൽ ഇത് തന്നെ ചെയ്യാം കേട്ടോ. എന്താ ഞാൻ ഉണ്ടാക്കിയ ആ മസാലക്കൂട്ടും അത് റെഡിയാക്കിയിട്ടാ. എന്നിട്ടിപ്പോൾ കാര്യമായിട്ടൊന്നും പണിയില്ല. കാരണം എന്താ, ബ്രെഡിൽ ഇതിനൊന്ന് പ്രസ്സാക്കി റൗണ്ടാക്കി എടുക്കുക. എന്നിട്ട് മുട്ടയിൽ മുക്കുക, ബ്രെഡിൽ മുക്കുക, പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ട്. ഇതിന് മയോണൈസിനെ നന്നായിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് എല്ലാം കൂടി എത്തി വന്നില്ല കേട്ടോ. പെട്ടെന്ന് നേരത്തെ വാങ്ങും കൊടുക്കില്ല, അപ്പോൾ എല്ലാം കൂടി ആയി വരണ്ടേ. അപ്പോൾ പിന്നെ അതാ വേഗം ചുട്ടെടുക്കുകയാണ്. പിന്നെ അത് ചുട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ചില്ലി റെഡിയാക്കി വെച്ചപ്പോൾ ചില്ലിക്ക് ഞാനത് ചില്ലി കംപ്ലീറ്റ് പൊരിച്ചെടുത്തു കേട്ടോ. പിന്നെ എല്ലാം സെറ്റായി. ചില്ലിന് വെള്ളമൊക്കെ ഉണ്ടാക്കി തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഉണ്ടാക്കി എല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും വാങ്ങി കൊടുക്കാൻ സമയമായി. 6:15 6:20 ആകാറായി തോന്നുന്നു. അങ്ങനെ ഞാനും മിക്കയും കൂട്ടിയൊക്കെ കൂടിയതാ. ഇൻഷാ അല്ലാഹ് നന്നായി നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറയൂ കേട്ടോ, കമൻറ്റ് ഇടൂ. എല്ലാവരുടെയും നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും കമൻറ്റ് ഇടുക കേട്ടോ, മറക്കരുത്. എല്ലാവരും കമൻറ്റൊക്കെ ഇടണം. നോമ്പൊക്കെ എങ്ങനെ പോയി എന്തായെന്നൊക്കെ പറയൂ കേട്ടോ. അതാണ്ടോ ബിരിയാണി നല്ല ആവി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വെള്ളമൊക്കെ ഉണ്ടോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വാങ്ങിക്കൊടുത്തു. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നോമ്പ് തുറന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.